മധുരൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഇവിടെ ട്രിവാൻഡ്രത്ത് കൊണ്ടുവരാനുള്ള റീസൺ എന്താണ്? ഓൾറെഡി ബാക്കിയെല്ലാം ഇവിടെ ഉണ്ട്. കൂടുതലായിട്ട് എന്താ പറയുക, നമ്മുടെ അറബിക് ആയാലും ചൈനീസ് ആയാലും എല്ലാം ഉണ്ട്. അപ്പോൾ പുതുതായിട്ട് എന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് തോന്നി. അപ്പോൾ പെട്ടെന്ന് മനസ്സിൽ വന്നൊരു സംഭവമാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്യാൻ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. കാരണം പേര് തന്നെ നോക്ക്, പിച്ചി പോട്ട കോഴി. ഇതെല്ലാം നല്ല കുഞ്ഞു കുഞ്ഞായിട്ട് കിരികിരി സവാള കിരികിരി ആ രീതിയിലാണ് അരിഞ്ഞു വെച്ചേക്കുന്നത്. അതും പൊറോട്ടയും കൂടെ വൺ കോമ്പിനേഷൻ, ഒരു രക്ഷയില്ല. വെൽക്കം ടു another fascinating episode. നമ്മളെല്ലാം ഭയങ്കര ഫുഡ് ലവേഴ്സ് ആണല്ലേ. ആർക്കാണ് ഫുഡ് അടിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തത്? സിറ്റിയിൽ എവിടെയെങ്കിലും ഒരു പുതിയ സ്ഥലം തുറന്നു നിറഞ്ഞാൽ നമ്മൾ പോയി അവിടുത്തെ വെറൈറ്റി ഡിഷസ് ട്രൈ ചെയ്യുന്നത് നമ്മുടെ മലയാളികളുടെ ഒരു ഹോബിയാണ് അല്ലേ. അപ്പം ഇവിടെ നമ്മൾ എത്തിയിരിക്കുന്നത് കുറച്ച് മധുരൈ ബേസ്ഡ് ഫുഡ് ട്രൈ ചെയ്യാനാണ്. അപ്പോൾ ഇനി മധുരൈ ബേസ്ഡ് ഫുഡ് ട്രൈ ചെയ്യാൻ അങ്ങ് മധുരയ്ക്ക് വരേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ സിറ്റിയിൽ തന്നെയുണ്ട്. എവിടെയാണെന്നല്ലേ? കുറുവൻകോണത്ത് ഫസ്റ്റ് ഫ്രൈഡേ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഈ ഒരു കുഞ്ഞ് ഫുഡ് സ്റ്റോള്. അപ്പം നമുക്ക് അവിടുത്തെ വെറൈറ്റി മധുരൈ ഡിഷസ് ട്രൈ ചെയ്യാം. റെഡി അല്ലേ? വാ. അപ്പം ഞാൻ ഇപ്പം ഫ്യൂഷൻ ഹബ് എത്തിക്കഴിഞ്ഞു. ഇതൊരു ചെറിയ ടേക്ക് അവേ സെൻറ്റർ ആണ്. തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല, ഒരു 4 months അറൗണ്ട് ആയിട്ടേ ഉള്ളൂ. അപ്പം ഇവിടെ കുറേ മധുരൈ ബേസ്ഡ് സ്പെഷ്യൽ വെറൈറ്റി ഡിഷസ് ഉണ്ട്. അപ്പം ഇത് എന്താണെന്ന് നമുക്ക് നമ്മുടെ ഇവിടുത്തെ ചേട്ടനോട് തന്നെ ചോദിക്കാം. അപ്പം ഇൻട്രൊഡ്യൂസിങ് ഷിനു ചേട്ടൻ ചെയ്യൂ. ഹായ് ചേട്ടാ. ഹലോ ഹായ്. തുടങ്ങിയിട്ട് എങ്ങനെയുണ്ട്? റെസ്പോൺസ് അത്യാവശ്യം നല്ല റെസ്പോൺസ് ആണ്. കാരണം ഇവിടെ ഇതിന് മുന്നേ ഇല്ലാത്തൊരു സംഭവം ആയതുകൊണ്ട് ആൾക്കാർക്കൊരു ന്യൂ വെറൈറ്റി ആ ഒരു ഇതിൽ അത്യാവശ്യം നല്ല റെസ്പോൺസ് ഉണ്ട്. ഓക്കെ, അപ്പം ഈ മധുരൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഇവിടെ ട്രിവാൻഡ്രത്ത് കൊണ്ടുവരാനുള്ള റീസൺ എന്താണ്? റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ഓൾറെഡി ബാക്കിയെല്ലാം ഇവിടെ ഉണ്ട്. കൂടുതലായിട്ട് എന്താ പറയുക, നമ്മുടെ അറബിക് ആയാലും ചൈനീസ് ആയാലും എല്ലാം ഉണ്ട്. അപ്പോൾ പുതുതായിട്ട് എന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് തോന്നി. അപ്പോൾ പെട്ടെന്ന് മനസ്സിൽ വന്നൊരു സംഭവമാണ്. അപ്പം ചേട്ടൻ്റെ ആണോ? അതെ, ഞാനും പിന്നെ എൻ്റെ വേറൊരു പാർട്ണറും ഉണ്ട്. പുള്ളിക്കാരെ ഇപ്പോൾ ഇല്ല, നമ്മൾ രണ്ടും കൂടെ അറിയാം. ഓക്കെ, അപ്പം ഇവിടുത്തെ സ്പെഷ്യൽ വെറൈറ്റീസ് എന്തൊക്കെയാണ് എല്ലാ ഡിഷിനും? ഓക്കെ, അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ബിരിയാണി തന്നെ നമുക്ക് വെറൈറ്റിയാണ്. ഇപ്പോൾ ചിക്കനുണ്ട്, മട്ടനുണ്ട്, രണ്ടും യൂണിക് മധുരൈ ടേസ്റ്റ് തന്നെയാണ് കിട്ടുന്നത്. പിന്നെ വരുന്ന ബെറോട്ട ഐറ്റംസ് ഉണ്ട്. ബെറോട്ടയിൽ തന്നെ ഒരു 8-10 വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ദോശ വെറൈറ്റീസ്, പിന്നെ എന്താ പറയുക, പിന്നെ ചിക്കൻ. ഇപ്പോൾ നമുക്ക് മട്ടനിലായാലും മട്ടൻ ചുക്കയുണ്ട്, മട്ടൻ കുഴമ്പുണ്ട്, ചെട്ടിനാട് ചിക്കൻ, പിച്ചി പോട്ട കോഴി, പിന്നെ ബീഫിൻ്റെ ചുക്ക, പിന്നെ തവയിലിട്ട് ചെയ്യുന്ന ഒരു 3-4 ഡിഷസ് ഉണ്ട്. അങ്ങനെ ഒരു 10-25 ഡിഷ് ഉണ്ട്. അപ്പോൾ എനിക്ക് എല്ലാം ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കിന്ന് പ്രിപ്പയർ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു സ്പെഷ്യൽ മധുരൈ ഡിഷ് ഏതാണ്? സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ബൺ പൊറോട്ട. മധുരൈ ബൺ പൊറോട്ട ഒരു യൂണിക് മധുരൈ സാധനമാണ്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് പിച്ചി പോട്ട കോഴിയും കൂടെ ട്രൈ ചെയ്യാം. അത് രണ്ടും പോട്ട കോഴി പ്ലസ് മധുരൈ പൊറോട്ട നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പം ഇവിടുത്തെ വെറൈറ്റി ഡിഷ് എന്ന് വെച്ചാൽ പിച്ചി പോട്ട കോഴി ആൻഡ് ബൺ പൊറോട്ട. അപ്പം ഇത് ട്രൈ ചെയ്യാൻ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. കാരണം പേര് തന്നെ നോക്ക്, പിച്ചി പോട്ട കോഴി. അപ്പം വെറൈറ്റി സാധനമല്ലേ, നമുക്ക് ട്രൈ ചെയ്താലോ? അപ്പം ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ഷെഫ് രാമനാഥൻ ചേട്ടൻ. ചേട്ടൻ ഒരു ഹായ് പറഞ്ഞേ. അപ്പം ചേട്ടനാണെങ്കിൽ ബൺ പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ പുറത്തുനിന്ന് നോക്കിയായിരുന്നു. അപ്പം ഈ നമ്മുടെ ഇവിടുത്തെ വെറൈറ്റി, അതായത് നമ്മുടെ മാസ്റ്റർ പീസായിട്ടുള്ള ഡിഷ് പിച്ചി പോട്ട കോഴി, അത് ഉണ്ടാക്കുന്ന കാണാൻ വേണ്ടിയിട്ട് ഞാൻ അകത്ത് കയറിയതാണ്. ചേട്ടൻ അതിൻ്റെ പ്രിപ്പറേഷനിലാണ്. ഉള്ളി അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി എടുത്തിട്ടു, ടൊമാറ്റോ എടുത്തിട്ടു, കുറച്ച് മുളക് പൊടി സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊരു അടിപൊളി ഫ്ലേവർ ആയിരിക്കും. കാരണം ഇതാണല്ലോ നമ്മൾ മലയാളികൾക്കും ഏറ്റവും ഇഷ്ടമായിട്ടുള്ള സ്പൈസസ്. മസാലയൊക്കെ ചേട്ടൻ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം നല്ല കുഞ്ഞു കുഞ്ഞായിട്ട് കിരികിരി സവാള കിരികിരി ആ രീതിയിലാണ് അരിഞ്ഞു വെച്ചേക്കുന്നത്. പിന്നെ കരിയാപ്പില ഇല്ലാതെ നമുക്ക് മലയാളികൾക്ക് എന്ത് ഡിഷ് അല്ലേ. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഇത് വരച്ചുക.
അപ്പം നമ്മുടെ ഈ ഡിഷിന് കോരിയില്ലാതെ എന്ത് കളി അല്ലേ. അപ്പം ചേട്ടൻ കോരി റെഡിയാക്കി വെച്ചു. പിച്ചി പോട്ട കോരി എന്നാണ്, നന്നായിട്ട് പിച്ച് പറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം പിച്ചിയ കോരി, സിമ്പിൾ, ഇത്രേ ഉള്ളൂ. അങ്ങോട്ടിടുക, അതായത് കോരി നന്നായിട്ട് പിച്ച് പറിച്ചിട്ട് അങ്ങോട്ടിടുക. എന്നിട്ട് നന്നായിട്ട് വരറ്റി എല്ലാം എല്ലായിടത്തും ചെല്ലണമല്ലോ, മസാല എല്ലാം എല്ലായിടത്തും പിടിക്കണ്ടേ. അത് ഗ്രേവിയാണോ ചേട്ടാ? അപ്പം അതിൻ്റെ മണ്ടയ്ക്ക് കുറച്ച് ഗ്രേവിയും കൂടെ ഒഴിച്ചു. ഇപ്പം നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പം അവസാനത്തെ പൊടിക്കൈയായിട്ട് ചേട്ടൻ കുറച്ച് കുരുമുളക് അതിൻ്റെ മണ്ടയ്ക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം പിച്ചി പോട്ട കോരി റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി ഞാൻ അങ്ങോട്ട് കഴിച്ചാൽ മതി. പറിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം എല്ലാം നല്ല പിച്ച് പറിച്ചിട്ടേക്കുവാണ്. ദേ ഇരിക്കുന്നു നമ്മുടെ വെറൈറ്റി ഡിഷ്, അതായത് മധുരൈ സ്പെഷ്യൽ പിച്ചി പോട്ട കോരി. അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്യാം അല്ലേ. അപ്പം ഇന്നത്തെ മധുരൈ വീരനായ പിച്ചി പോട്ട കോരി എൻ്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞു. അപ്പം ഇത് നല്ലതായിട്ട് ഗാർണിഷൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് കരിയാപ്പിലയും മുളകും എല്ലാം ഉണ്ട്. അപ്പം ഇതെനിക്ക് ടേസ്റ്റ് ചെയ്യാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം ആ ഒരു ടെക്സ്ചർ കാണുമ്പോൾ തന്നെ നല്ലൊരു സോഫ്റ്റ് ചിക്കൻ ഫീലുണ്ട്. അപ്പം ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ 2 ബൺ പൊറോട്ടയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ചേട്ടാ, എൻ്റെ 2 ബൺ പൊറോട്ട ഇങ്ങ് പോരട്ടെ. താങ്ക് യു. ബൺ പൊറോട്ട നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പിയാണ്, കണ്ടോ, നല്ല ക്രിസ്പിയാണ്. നമ്മൾ കഴിക്കുമ്പോൾ തന്നെ ആ ഒരു ക്രിസ്പിനെസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മുടെ കഥാനായകൻ്റെ കൂടെ ഞാൻ കഴിക്കാൻ പോവുകയാണ്. ഇത് കൂടുതൽ പിച്ച് പറിക്കുന്ന കാര്യമില്ല, കാരണം എല്ലാം നല്ല സ്മോൾ ടെൻഡർ പീസസ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം ആദ്യം നമ്മുടെ ബൺ പൊറോട്ടയെ പറ്റി പറയുമ്പോൾ, ബൺ പൊറോട്ട നല്ല സോഫ്റ്റ് ആയിരുന്നു, അകത്ത് നല്ല സോഫ്റ്റാണ്. അപ്പം ആ ഒരു സോഫ്റ്റ്നെസ്, മറ്റേ ഈ ചിക്കനും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ അടിപൊളി സോഫ്റ്റ്നെസ് ആയിരുന്നു. അപ്പം വായി വെച്ചപ്പം പെട്ടെന്ന് അങ്ങ് പോയി. ആൻഡ് ഇതിനെപ്പറ്റി പറയുവാണെങ്കിൽ നല്ല ടേസ്റ്റി, നല്ല മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുള്ള ചിക്കനാണ്. അധികം സ്പൈസി അല്ല, എന്നാലും കുരുമുളകിൻ്റെയൊക്കെ ഒരു അത്യാവശ്യം സ്പൈസിനെസ് ഉണ്ട്. പിന്നെ ഒരു മിനിറ്റ് ഒന്ന് കഴിച്ചോട്ടെ. പറഞ്ഞ പോലെ തന്നെ ഒരു വെറൈറ്റി മധുരൈ ടേസ്റ്റ് ഉണ്ട് ഇതിന്. അപ്പം ഇതിനകത്ത് നിറച്ചും ഉള്ളിയുണ്ട്, ഉള്ളിയുടെ കുഞ്ഞു കുഞ്ഞു പീസ്. അപ്പം ഈ ഉള്ളി നമുക്ക് മലയാളികൾക്ക് അല്ലെങ്കിലും വീക്ക്നെസ് ആണ്. അപ്പോൾ ഈ പൊറോട്ടയിലൂടെയൊക്കെ ഇതിൻ്റെ ഗ്രേവി മുക്കി കഴിക്കാൻ നല്ല ഒരു പ്രത്യേക ഫീലാണ്. പൊറോട്ട ഒന്നാമതേ നമുക്ക് വികാരമാണ്, അതിൻ്റെ കൂടെ ഈ നല്ല മസാലയൊക്കെ വരുമ്പം വികാരങ്ങൾ കൂടുന്നു. അപ്പം ഞാൻ ഇതൊന്ന് ഫിനിഷ് ചെയ്തോട്ടെ കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഉച്ചയ്ക്കാണ് വന്നിരിക്കുന്നത്. അപ്പം ഈ ഉച്ച സമയത്തൊക്കെ ഇങ്ങനത്തെ ഒരു ഡിഷ് കിട്ടുകയെന്ന് വെച്ചാൽ ഭയങ്കര ഗ്രേറ്റ് ആണ്, കാരണം ഭയങ്കര സോഫ്റ്റാണ്. ഇപ്പം എനിക്ക് കുറച്ച് സോഫ്റ്റായിട്ടുള്ള ഫുഡാണ് ഇഷ്ടം. അപ്പം കഴിക്കുമ്പം തന്നെ ഇത് പെട്ടെന്ന് അങ്ങ് പോകുന്നുണ്ട്. അപ്പം അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഫീച്ചറാണ്. ബൺ പൊറോട്ട ആണെങ്കിലും ഭയങ്കര സോഫ്റ്റാണ്, നമ്മളിങ്ങനെ എടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ വന്നു പോകും. ആൻഡ് ചിക്കൻ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ചിക്കൻ്റെ ഗ്രേവിയാണ്. കാരണം ഈ സവാള കണ്ട കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടേക്കുന്നത്, അതെനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടൊരു ഫീച്ചറാണ്. പിന്നെ എനിക്ക് കഴിക്കാൻ തീരെ ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് ഇഞ്ചി. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇതിനകത്ത് ഇഞ്ചി ഇല്ല. ഇതിനകത്ത് കൂടുതലും സവാളയും ടൊമാറ്റോ ആണ് ഉള്ളത്. റിയലി ഗ്രേറ്റ് എന്ന് വെച്ചാൽ നല്ല മസാലയുണ്ട്. കോമൺ ആയിട്ടുള്ള മസാലയാണ് എടുത്തേക്കുന്നത്, ലൈക്ക് പെപ്പർ, മുളക് പൊടി, അതൊക്കെ തന്നെയാണ്. അതും പൊറോട്ടയും കൂടെ വൺ കോമ്പിനേഷൻ, ഒരു രക്ഷയില്ല. ഞാനിപ്പം ബൺ പൊറോട്ടയുടെ നടുക്കെത്തി, അവിടെ നല്ല സോഫ്റ്റാണ്, കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിഞ്ഞൂടാ, പക്ഷെ നല്ല സോഫ്റ്റാണ്, നല്ല ടെക്സ്ചറുള്ള നല്ല ബൺ പൊറോട്ടയാണിത്. ഇത് ഇങ്ങനെ പെരട്ടി കഴിക്കാൻ സ്വർഗം. അപ്പം എൻ്റെ പൊറോട്ട ഓൾമോസ്റ്റ് കഴിയാറായി.
ഈ ചിക്കനെ പറ്റി പറയുവാണെങ്കിൽ നമ്മൾ മലയാളീസ് നമുക്ക് കുറച്ച് എരിവും ഒക്കെ കൂടിയിരിക്കണം, നമ്മൾ കുറച്ച് സ്പൈസസ് പ്രിഫർ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ഈ ചിക്കൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ എല്ലാം കറക്റ്റാണ്, അധികം കൂടുതലും അല്ല കുറവുമല്ല. പിന്നെ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസും വളരെ കുറവാണ്. അതായത് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള സവോള, ടൊമാറ്റോ, കരിവേപ്പില, പിന്നെ മുളക്, ഇതൊക്കെ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ സ്പൈസസിൻ്റെ കാര്യം പറയുവാണെങ്കിലും ഭയങ്കര ബേസിക്കാണ്. അതായത് കുരുമുളക്, മുളക് പൊടി, അങ്ങനെ വളരെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഡിഷാണ് ഈ പിച്ചി പോട്ട കോഴി. പിന്നെ ബൺ പൊറോട്ടയെ പറ്റി പറയുവാണെങ്കിൽ എനിക്ക് ഈ ബൺ പൊറോട്ടയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൻ്റെ ക്രസ്റ്റാണ്. കാരണം ഭയങ്കര സൂപ്പർ സോഫ്റ്റാണ്. അപ്പം ഈ സൂപ്പർ സോഫ്റ്റ് ബൺ പൊറോട്ടയും ഈ സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനും കൂടെ കഴിക്കാൻ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പം നിങ്ങൾ ഈ വരി പാസ് ചെയ്യുവാണെങ്കിൽ ഫ്യൂഷൻ ഹബിൽ കയറാൻ മറക്കണ്ട. അവിടുത്തെ മാസ്റ്റർ പീസ്, അതായത് നമ്മുടെ ഈ വീടിനെ ട്രൈ ചെയ്യാനും മറക്കണ്ട. അപ്പം നമുക്ക് ഉടനെ കാണാം അടുത്ത ആഴ്ച ഒരു പുതിയ സ്ഥലം, പുതിയ ഡിഷുമായിട്ട്. Till then, take care and bye.